അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് മാവൂരിലെ നെൽകർഷകർ. ചാലിയാർ പുഴയിൽ ഊർക്കടവിലെ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ താഴ്ത്തിയതോടെയാണ് 20 ഏക്കറോളം പാടത്തെ കൊയ്തെടുക്കാൻ പാകമായ നെല്ല് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. ചാലിയാർ പുഴയ്ക്കു കുറുകെയുള്ള ഊർക്കടവിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ താഴ്ത്തിയതാണ് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഒഴുകിയെത്തിയ വെള്ളത്തിൽ മുങ്ങിയ വിളവെടുക്കാറായ നെല്ല് മുളച്ച് നശിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. മാവൂര് വയലിൽ 55ഓളം കർഷകരുണ്ട്. അതിപ്പോ നെല്ല് കൊയ്തെടുക്കാൻ സമയത്താണ് റെഗുലേറ്ററിന്റെ അവിടെ ഈപ്പതായതുകൊണ്ട് വെള്ളം ഓവറായിട്ട് എല്ലാ വയലിലേക്കും കയറി കൊയ്തെടുക്കേണ്ട ശ്രമമായിരുന്നു. അതാ നെല്ല് ഫുള്ളായിട്ട് ചീഞ്ഞ് കിടക്കുകയാണ്. യാതൊരു രക്ഷയില്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കും അറിയില്ല. 2 ആഴ്ച മുമ്പാണ് അധികൃതർ മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നത്. കടം വാങ്ങിയും പലിശക്കെടുത്തും കൃഷി ചെയ്തവർ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഒരാഴ്ച മുമ്പേ നെല്ല് കൊയ്യേണ്ട സമയമായിരുന്നു. അതിലാണ് വെള്ളം ഇങ്ങോട്ട് പൊന്തിയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ നഷ്ടമാണ്. 50-55 കർഷകരാണ് അവിടെ ഉള്ളത്. അല്ല ഫുള്ള് നഷ്ടത്തിലാണ്. അത് വന്നു നോക്കിയാൽ ഇവിടെ കാണാൻ ഫുള്ള് ചീഞ്ഞ് കിടക്കുക. എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട അധികൃതരുടെ സമീപനത്തിൽ പ്രതിഷേധത്തിലാണ് കർഷകർ. കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, കോഴിക്കോട്.